പേര് രവീണ മനു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 23/3/2019 അതിനുശേഷം എനിക്ക് പുതുക്കാൻ പറ്റിയത് 2021 ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് ഒരു മൂത്ത മകനുണ്ട്. അതിനുശേഷം ആറ് വർഷത്തിന് ശേഷമാണ് എനിക്ക് രണ്ടാമത് മകനായത്. അത് ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിലെന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ മെഡിസിൻ എടുത്തിരുന്നു അലർജിയുടെ. അപ്പോൾ പെട്ടെന്നായിരുന്നു ഞാൻ പ്രഗ്നൻ്റാന്ന്. ഇവിടെ വന്ന് പോയതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞത്. 2 മാസമായി. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ലെഫ്റ്റ് ഓവറിൽ സിസ്റ്റ് ഉണ്ട് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അറിയണം തന്നെ. അങ്ങനെ എനിക്ക് ആകെ വിഷമായി. ചിലപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യേണ്ടി വരുന്നു വരെ ഡോക്ടർ പറഞ്ഞു, ഞാൻ അലർജിയുടെ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട്. അങ്ങനെ ആദ്യത്തെ സ്കാനിങ്ങിൽ ഇങ്ങനെ അറിഞ്ഞു. ഞാൻ ആകെ വിഷമത്തിലായി, സങ്കടമായി. ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിൽ ഡോക്ടറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ എന്തിനത്തെ മാത്രം ടെൻഷനാവണേ, അത് നമുക്ക് ലാസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ ആ സിസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാമെന്നല്ലോ, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ മാതാവിനോട്, മാതാവേ നിൻ്റെ സന്നിധിയിൽ വന്നിട്ട് എനിക്ക് തന്ന കുഞ്ഞ നീ തന്നെ കാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 3ാമത്തെ സ്കാനിങ്ങിലും ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, നമുക്കത് ചുരണ്ടി കളയാം, നീ വിഷമിക്കേണ്ടെന്ന്. അങ്ങനെയായിരിക്കും അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. എന്നുവെച്ചാൽ ചൊവ്വാഴ്ച ധ്യാനം കൂടാൻ കൊതിയായിട്ട് ഇങ്ങനെ ഇരിക്കുക, അടുത്ത ചൊവ്വാഴ്ച വരുന്നത് എന്നാന്ന് കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരു ദിവസം അച്ഛൻ പറയാണ്, ലെഫ്റ്റ് ഓവറിലെ സിസ്റ്റർ എടുത്തു മാറ്റിയെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ച് ഞാൻ തന്നെ പ്രാർത്ഥിച്ചായിരുന്നു അത് എന്നെ തന്നെയാണ്. അങ്ങനെ 5ാമത്തെ സ്കാനിങ്ങിലും ഞാൻ ഇതുപോലെ വയറുമേ തൈലം പരട്ടിയിട്ട് ഞാൻ പോയിരുന്നു. കാശ് രൂപ കയ്യിലും പിടിക്കുമായിരുന്നു. വിശ്വാസപ്രമാണം ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ചൊല്ലുമായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറോട് എപ്പോഴും ചോദിക്കും, ഓരോ സ്കാനിങ് പല സ്ഥലത്താകുമ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു ഡോക്ടറോട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്, കുഞ്ഞിനെ വല്ല കുഴപ്പമുണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിൽ പറഞ്ഞു ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന്. അങ്ങനെ അവസാനം സ്കാനിങ്ങിൽ വരെ ഞാനിത് തന്നെ റിപ്പീറ്റ് ചെയ്തായിരുന്നു. ആ സ്കാനിങ്ങിൽ ഡോക്ടറോട് ഇതുപോലെ ഞാൻ കരഞ്ഞായിരുന്നു. ഡോക്ടർ, എനിക്ക് തുടക്കം മുതലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോൾ പറയണില്ല എന്ന് പറഞ്ഞു. നീ എന്തിനിങ്ങനെ വിഷമിക്കണ, നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല, നീ ഇവിടെ കിടക്ക്, ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, ഇവിടെ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ഞാനിവിടെ കാണുന്നില്ല, ഇവിടെ ഒരു സിസ്റ്റം എനിക്കുണ്ട് തോന്നിയിട്ടില്ല പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ എനിക്ക് സിസ്റ്റ് പോയി ഒരു സൗഖ്യം എനിക്കുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മകൻ, അവനെ നീന്തി നടക്കണ പ്രായമായിട്ടില്ല, കമന്ന് കിടക്കുന്ന ഒരു പരിവായിട്ടുണ്ടായിരുന്നുള്ളൂ. അവനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ കുളിക്കാൻ പോയതായിരുന്നു. അപ്പോൾ അത്രയും നേരം വരെ ഞാൻ അവനെ പാല് കൊടുത്ത് തലേണമേ ഫോണ് കണ്ട് ഇങ്ങനെ, അന്നേരത്താണ് ഞാൻ ഫോൺ ഓണാക്കുക. അന്നേരത്ത് നോക്കി അവനെ ഉറക്കിക്കെടുത്തി ഞാൻ പോയി. അപ്പോൾ എൻ്റെ അളമാരുടെ നേരത്തെ തന്നെ മാതാവിൻ്റെ ഒരു ഫോട്ടോ വലുത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെണീറ്റ് തിരിഞ്ഞ് വന്നത് ശരിക്കും അമ്മയുടെ ആ ഒരു ഫോട്ടോ രൂപത്തിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ അവൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അനിയൻ്റെ ഭാര്യ അവനെടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി അനിയൻ്റെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവള് ബെഡൊന്ന് കുടഞ്ഞ് വിരിക്കാൻ വേണ്ടിയിട്ട് തലേണ പൊളുക്കി നോക്കിയപ്പോൾ തലേണയുടെ അടിയിൽ ഒരു വലിയൊരു അണലി ഉണ്ടായിരുന്നു. ഇവള് പാമ്പ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഇനി ടോയ്ലറ്റിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഓടി വന്ന എൻ്റെ മോനെ അവൻ ഒരുപാട് നോക്കി അവനൊന്നും പറയാൻ അറിയില്ലല്ലോ. ഒരുപാട് നേരം ഞാൻ അവനെ ശരീരം മുഴുവനും നോക്കി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും എനിക്ക് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല.
അന്ന് ഒതുക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കിടക്കുമ്പോൾ ഒരു 11 മണിയായി. അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അമ്മയുടെ മടിയിലിരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ മുഖത്തോട് നോക്കി നിന്ന് ഒരുപാട് കരഞ്ഞു. എനിക്ക് നന്ദി പറഞ്ഞാലും തീരില്ല. മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി കടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടാണ് കിടന്നത്. കണ്ണൊക്കെ വീങ്ങി. പക്ഷേ ഒരു 2:30 ആയപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുകയാണ്. ആ 2:30 സമയത്ത് ഞാൻ എണീറ്റിരുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൻ, ഞാൻ എണീറ്റിരിക്കുന്ന സമയത്ത്, കട്ടിലിരിക്കുന്ന സമയത്ത് ആ മൂത്ത മോൻ പനിച്ചിട്ട് അമ്മയെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നത്. അപ്പം തന്നെ ഞാൻ ലേറ്റിട്ട് നോക്കിയപ്പോൾ അവനെ മരുന്നൊക്കെ കൊടുത്ത് ഞാൻ അവനെ കിടത്തി. അന്നേരത്ത് എനിക്ക് മാത്രമൊരു സുഗന്ധം, അതെനിക്ക് പറയാൻ പറ്റാത്തൊരു സുഗന്ധമായിരുന്നു എനിക്ക് ഉണ്ടായേ. എനിക്കാച്ചാൽ ഈ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് മൂക്കിൽ സ്മെല്ലുണ്ടാവില്ല, മിക്കപ്പോഴും ഉണ്ടാവാറില്ല. അന്ന് എനിക്ക് ഭയങ്കര സ്മെല്ലായിരുന്നു 2:30 സമയത്ത്. അന്ന് ഞാൻ മകനോട് ചോദിച്ചു, മകനെ നിനക്ക് നല്ല സുഗന്ധം വരുന്നുണ്ടോ? അമ്മയ്ക്ക് അതിന് മൂക്കിൽ മണ്ണുണ്ടാവാറില്ല, പിന്നെ എങ്ങനെ അമ്മയ്ക്ക് മണം വന്നേന്ന് ചോദിച്ചു. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, എനിക്ക് നല്ലൊരു സുഗന്ധം വരുന്നുണ്ട്, നിങ്ങൾക്കുണ്ടോ ചോദിച്ചപ്പോൾ അവർക്കൊന്നുമില്ല, എനിക്ക് മാത്രമായിരുന്നു. അത് ചോദിക്കല്ല, അപ്പം തന്നെ കറണ്ട് പോയി. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ സംസാരിക്കുക, മാതാവേ നീ ഇവിടെ ഉണ്ടെങ്കിൽ കറണ്ട് വരണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് കറണ്ട് വന്നു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ കളിപ്പിക്കുകയാണോ, ഇവിടെ ഉണ്ടല്ലേ എൻ്റെ അടുത്ത്, നീ തന്നെ കുഞ്ഞിനെ രക്ഷിച്ചെന്നുള്ളത് എനിക്കിപ്പോൾ ബോധ്യമായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കറണ്ട് പോയി, പിന്നെയും വന്നു. അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു, മാതാവിനെ ഞാൻ കളിപ്പിച്ചത് മതിയാക്ക്, ഇനി കറണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കറണ്ട് പോയതേ ഇല്ല. പിന്നെ അങ്ങനെ ഈ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഇവിടെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ ഞാനാണെച്ചാൽ റൂമിൽ ആരും കാണാണ്ടൊക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെ ഒരു ആത്മീയമായുള്ളൊരു അനുഗ്രഹം ലഭിച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം, സാക്ഷ്യങ്ങൾ കേൾക്കണം, അതുപോലെ അത് ഷെയർ ചെയ്യണം. ഇത് എന്നെ പോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തികൾക്ക് അമ്മയെ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇതുപോലെ തന്നെ അത്രയും ബുദ്ധിമുട്ടുള്ളവർക്കാണെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈൻ എങ്ങനെ ഉടമ്പടി എടുക്കണേ എന്നുള്ളത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഓട്ടോ സ്റ്റാൻഡിലായാലും മോൻ്റെ സ്കൂളിലായാലും ഹോസ്പിറ്റലുകളിലായാലും ഞാൻ കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഒരു ദിവസം പോലും ഞാൻ ധ്യാനം മുടക്കാറില്ല. വചനം വായിക്കാനുള്ളൊരു കൊതിയായി. അച്ഛൻ പറയുന്ന പോലെ നമുക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ മാതാവ് നമ്മളോട് തനിയെ സംസാരിച്ച് തുടങ്ങും. അതെനിക്കത് ബോധ്യം വന്ന് തുടങ്ങിയത് കുറച്ച് നാൾ ആദ്യം ഉടമ്പടി എടുത്തപ്പോഴത്തൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് ഉടമ്പടിയോട് അടുക്കും തോറാണ് എനിക്ക് മനസ്സിലായത് അമ്മ എത്രമാത്രം എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയാം. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. റവീന മനു ഇപ്പം നമ്മളോട് പറഞ്ഞ ആദ്യത്തെ സാക്ഷ്യം, റവീനാൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഫസ്റ്റ് 3 സ്കാനിലും ഡോക്ടേഴ്സ് പറഞ്ഞു സിസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ റവീന അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഫലമായിട്ടും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ മെസ്സേജ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 6ാമത്തെയും 7ാമത്തെയും സ്കാൻ വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അവിടെ സിസ്റ്റ് പൂർണ്ണമായിട്ടും ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞു. അതൊരു രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. പിന്നെ 2ാമത് നമ്മളോട് പറഞ്ഞത് ഒരു റവീനാൻ്റെ മോൻ്റെ ഒരു മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയായി റവീനാനെയും ഫാമിലിനെയും ഉയർത്തി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.